ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വേറൊരു എപ്പിസോഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എംബ്രോയ്ഡറി അതിൻ്റെ 3-ാം ഭാഗമാണ്. ഇതിപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ 2 സ്റ്റിച്ചിൽ നിന്ന് 5 ഫ്ലവേഴ്സ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എൻ്റെ ആദ്യത്തെ എപ്പിസോഡിലുണ്ട് ഇത് ലേസി ഡേസി എന്ന് പറഞ്ഞ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ടാണ്. അപ്പോൾ ഇത് സൺഫ്ലവർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം സൺഫ്ലവറിൻ്റെ നടുക്കുള്ള ഇത് കൊടുക്കുന്നതാണ് ഫ്രഞ്ച് നോട്ട്. വൈറ്റിലുള്ളത് ഡേസി, അതിൻ്റെ നടുക്ക് മഞ്ഞ ഫ്രഞ്ച് നോട്ട് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ലേസി ഡേസി നമ്മൾ റൗണ്ട് വരച്ചിട്ട് 2 റൗണ്ട് വരയ്ക്കണം. നടുക്കൊരു ചെറിയ റൗണ്ടും ചുറ്റിനും വലിയ റൗണ്ടും. ഇതിൻ്റെ വലുതും ചെയ്യാം. നമുക്കിപ്പോൾ ഇത് ഒരു സൺഫ്ലവർ ഇത് മാത്രം ചെയ്ത് കുഷൻ കവറിലൊക്കെ ചെയ്ത് നന്നായിരിക്കും. 3 സൺഫ്ലവർ ചെയ്ത് ഇങ്ങനെ ഒരിലയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും. ചെയ്ത് നോക്കാം, എളുപ്പമാണ് ലേസി ഡേസി. 2 റൗണ്ട് വരച്ചിട്ട് അതിലങ്ങ് ചെയ്താൽ മതി. നരച്ച് നമ്മൾ ലേസി ഡേസി ചെയ്യുമ്പം ഒരു 4 ആദ്യം ചെയ്യണം, ഓപ്പോസിറ്റ്, എന്നിട്ട് പിന്നെ അത് ഫില്ല് ചെയ്താൽ മതി. അതാകുമ്പോൾ എളുപ്പമാണ്, നമുക്ക് കറക്റ്റ് കിട്ടുകയും ചെയ്യും. സൺഫ്ലവർ ഫില്ലായി. ഇനി ഇത് 3 സ്ട്രാൻഡ് നൂലാണ്, അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഫ്രഞ്ച് നോട്ട്. അപ്പോൾ 2 ഫ്ലവർ ഫിനിഷായി. അടുത്തത് ചെയ്യുന്നത് ഫ്യൂഷ്യയാണ്. ഫ്യൂഷ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഹാങ്ങിങ് ചെയ്ത് കിടക്കുന്ന ഒരു ഫ്ലവറാണ്. ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ട് ഫ്യൂഷ്യ. ഇതൊക്കെ ഇംഗ്ലീഷ് ഫ്ലവേഴ്സാണ്. നമ്മൾ 3 മുകളിലും 3 താഴെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അത് കുറച്ച് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് അത് തൂങ്ങിക്കിടക്കുന്ന ഒരു ഫ്ലവറാണിത്, ഫ്യൂഷ്യ. അടുത്തത് താഴോട്ടും നമ്മൾ അതുപോലെ 3 ലേസി ഡേസി സ്റ്റിച്ച് കൊടുക്കണം. മുകളിലും താഴെയല്ലേ, അത് ഹാങ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ. നമുക്ക് ഈ ഒരു സ്റ്റെം കൊടുക്കണമെങ്കിൽ ഞാൻ വരച്ചിരിക്കുന്ന അതിൽ കൂടെ സ്റ്റെം സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ പൂവായിട്ട് തന്നെ തോന്നും. ഇതിങ്ങനെ 3 ലേസി ഡേസി കൊടുത്തതിന് ശേഷം ഈ ലേസി ഡേസിയുടെ അകത്തൂടെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കണം. അത് താഴെ മാത്രം കൊടുത്താൽ മതി, മുകളിൽ കൊടുക്കണ്ട. എങ്കിലേ അത് ഫില്ലായിട്ട് നിൽക്കുന്നതായിട്ട് കാണും. ഇങ്ങനെ എടുത്തിട്ട് നടുക്കൊരു സ്ട്രൈറ്റ് സ്റ്റിച്ച്. അങ്ങനെ അത് ഫിനിഷായി. ഇനി നമുക്ക് ആ സെൻറ്ററിന്ന് ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ച് നമ്മൾ കയ്യിലെടുത്തിട്ട് ഒരു ചുറ്റി നമ്മൾ ഫ്രഞ്ച് നോട്ടിന് ചുറ്റണതുപോലെ ഒരു ചെറിയ ചുറ്റി അവിടെ കൊണ്ട് കുത്തിയാൽ മതി. ഇതാണ് ആ പൂവിൻ്റെ ഷേപ്പ്.
അടുത്തത് ചെയ്യുന്നത് എക്നേഷ്യ എന്ന് പറയുന്നതാണ്. എക്നേഷ്യ ഒരു മെഡിസിനൽ പ്ലാന്റാണ്. അതിൽ പൂവാണ് ഞാൻ ചെയ്യുന്നത്. അതിങ്ങനെ ഡെയ്സി പോലെ ഇരിക്കും, പക്ഷേ ഇങ്ങനെ ഒരു സൈഡേ കാണുള്ളൂ, താഴോട്ട്. ഇവിടെയൊക്കെ ഉണ്ട് നമ്മുടെ മെഡിസിനൽ, മലയാളത്തിൽ നിലവേപ്പ് എന്ന് പറയും, നിലവേപ്പ്, അതിൻ്റെ പൂവാണ്. അതാണ് അടുത്തത് ചെയ്യുന്നത്. അതും ഡെയ്സി തന്നെ. അടുത്തത് ലാവൻഡറാണ് ചെയ്യുന്നത്. ലാവൻഡർ ഫ്ലവർ, ലാവൻഡർ കളർ നൂലിട്ട് തന്നെ ചെയ്യണം. ഇതിൻ്റെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ശരിക്കുള്ള ലാവൻഡർ അല്ല, എന്നാലും അതിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിലില്ലായിരുന്നു, അപ്പോൾ ഞാനത് കാണിക്കും. ഇതൊരു ലൈറ്റ് ലാവൻഡർ, ഇങ്ങനത്തെ കളറും ഉണ്ട് ലാവൻഡർ ഫ്ലവർ, 2-3 കളറിലുണ്ട് ലാവൻഡർ. അപ്പോൾ നമ്മൾ ഈ 3 സ്റ്റെമ്മിലും ലേസി ഡേസി ഫില്ല് ചെയ്യണം. ലേസി ഡേസി ചെറിയ സ്റ്റിച്ചാണ്. നമ്മളിപ്പോൾ സൺഫ്ലവറിനൊന്നും ചെയ്ത പോലെ അത്ര വലുത് വേണ്ട, ചെറുതായിട്ട് ചെയ്യണം ലേസി ഡേസി. 3 ഫില്ല് ചെയ്തിട്ട് 3 സ്റ്റെമ്മും ഫില്ല് ചെയ്തിട്ട് ഓപ്പോസിറ്റ് കൊടുക്കണം. ഓരോ ഫ്ലവറും ഓപ്പോസിറ്റ് കൊടുത്തിട്ട് ഫില്ലായതിന് ശേഷം നമുക്കൊരു ബോ
അപ്പോൾ വെറുതെ നമ്മളിങ്ങനെ ഒരു നൂല് അടിയിൽ കൂടെ എടുത്ത് രണ്ട് സൈഡും വെച്ച് ഒരു കെട്ട് കെട്ടി. ബോ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതങ്ങനെ കെട്ടി ഭംഗിയിൽ മൊത്തം. ഇതൊക്കെ നമുക്ക് കുഷ്യൻ കവറിൽ ചെയ്യാം, എന്തിൽ വേണോ ചെയ്യാം. ടേബിൾ ക്ലോത്തിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ് ചെയ്യണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എഴുതി അറിയിക്കണം. അപ്പോൾ താങ്ക്സ്. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ്.